ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ നിർത്തിയത് രണ്ട് സ്റ്റാൻഡേർഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിലൊന്നാമത്തേതായിരുന്നു ഇൻ്റഗ്രൽ 0 to infinity e raised to minus tx dx. ഈ ഇൻ്റഗ്രൽ converges if t is greater than 0 and diverges if t is less than or equal to 0. രണ്ടാമത്തത് ഇൻ്റഗ്രൽ a to infinity 1 by x raised to p dx converges if p is greater than 1 and diverges if p is less than or equal to 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കേസാണ് ഇൻ്റഗ്രൽ 0 to infinity e raised to minus x. സോ ടിയുടെ വാല്യൂ 1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ കൺവേഴ്സ്. e raised to minus 2x ആയാലും കൺവേഴ്സസ് ആണ്, e raised to minus 3x ആയാലും കൺവേഴ്സസ് ആണ്. പക്ഷേ e raised to x ആണെങ്കിൽ ഡൈവേർജസ്. കാരണം ആ കേസിൽ ടിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. ടിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് ഇവിടെ e raised to പോസിറ്റീവ് പവർ ഇൻറ്റു എക്സ് വരിക. നൗ ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് എഴുതാവുന്ന കേസാണ് ഇൻ്റഗ്രൽ a to infinity 1 by x dx. 1 by x dx വരുന്ന സമയത്ത് പിയുടെ വാല്യൂ 1 ആണ്, സോ ദാറ്റ് ഇസ് ഡൈവേർജസ്. ഇൻ്റഗ്രൽ a to infinity 1 by x സ്ക്വയർ ആണെങ്കിൽ കൺവേർജസ്. ഇൻ്റഗ്രൽ a to infinity 1 by x ക്യൂബ് ആണെങ്കിൽ കൺവേർജസ്. ഇൻ്റഗ്രൽ a to infinity 1 by x raised to 1 by 2 or root x ആണെങ്കിൽ again പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്, സോ ഈ കേസിൽ ഡൈവേർജസ്. അപ്പോൾ ഇനി കുറച്ച് തിയറംസും ഇത് വെച്ചുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസും കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ കൺവേർജൻസ് ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് നോക്കാം. ഓക്കെ, ആദ്യത്തെ തിയറം നോക്കാം. ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. The necessary and sufficient condition for the convergence of improper integral a to infinity f of x dx, where f of x is positive. ആ ഒരു കേസാണ്. ഫംഗ്ഷൻ ഇവിടെ പോസിറ്റീവ് ആണ് ആൻഡ് ഇൻ്റഗ്രൽ a to infinity ആണ്. സോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് നമ്പർ m such that integral a to x f of x dx is less than m. അപ്പോൾ a to infinity f of x dx കൺവേർജൻ്റ് ആവാനുള്ള കണ്ടീഷൻ a to x f of x dx is less than m for all x greater than or equal to a. അപ്പോൾ അങ്ങനെ ഒരു m എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എടുക്കുന്നുള്ളൂ. ഈ ഇൻ്റഗ്രൽ a to x f of x dx നെ ഞാൻ ക്യാപിറ്റൽ f of x എന്ന് വിളിക്കുകയാണ്. ദെൻ integral a to infinity f of x dx is actually the limit extends to infinity. Integral a to infinity f of x dx എന്നുള്ളതിന് നമുക്ക് integral a to x വരെ എടുത്തിട്ട് x tends to infinity എന്ന് കൊടുത്താലും മതി. നമ്മൾ a to b എന്ന് എടുത്തിട്ട് b tends to infinity എന്ന് പറയുന്ന അതേപോലെ തന്നെ a to x എന്ന് എടുത്തിട്ട് x tends to infinity കൊടുത്താൽ മതി. or that is limit x tends to infinity capital F of x. So this improper integral is convergent if the right side limit is finite. Otherwise capital F of x have a finite limit as x tends to infinity. So integral a to infinity f of x dx is convergent if and only if f of x have a finite limit as x tends to infinity. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം since f of x is greater than 0 for all x greater than or equal to a, അതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനാണ്. f of x പോസിറ്റീവ് ആണ്. അപ്പോൾ f of x പോസിറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ a to x f of x dx നമ്മൾ ഈ x കൂടുന്നതിനനുസരിച്ച് തീർച്ചയായും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ഫംഗ്ഷൻ.
capital F of x is monotonic increasing. സോ മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സീക്വൻസിൻ്റെ കേസിൽ നമ്മൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളത് ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യണമെങ്കിൽ അതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് മൊണോട്ടോണിക് ഇൻക്രീസിങ്. സോ എഫ് ഓഫ് എക്സ് ഹാവ് എ ഫൈനൈറ്റ് ലിമിറ്റ് if and only if it is bounded above. മോണോട്ടോണിക് ഇൻക്രീസിങ് ആയതുകൊണ്ട് അതിനൊരു ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അത് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. സോ നമുക്ക് കിട്ടും there exist m greater than 0 such that f of x is less than or equal to നമുക്കിവിടെ വേണ്ടത് സ്ട്രിക്ട്ലി ലെസ്സാന. അപ്പോൾ അതേപോലെ തന്നെ എടുക്കാം. ലെസ്സാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ അതിന് തൊട്ടപ്പുറത്തെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ലെസ്സാനായി. എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് ദാൻ എം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഒന്നും ഇവിടെ പറയുന്നില്ല. ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് ഇത് ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. സോ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ എം ആയിരിക്കണം. സോ നമുക്കൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ കിട്ടുകയാണ്. ഈ ടൈപ്പ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യണമെങ്കിൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. നേരെ തിരിച്ച് എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൗണ്ടഡ് എബോവ് ആവുന്ന കേസുകളിൽ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയും ചെയ്യും. എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അൺബൗണ്ടഡ് ആണെങ്കിൽ ഈ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജൻ്റ് ആവുകയും ചെയ്യും. രണ്ടാമത്തെ നോക്കൂ, ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. Let f and g are continuous on a to infinity and suppose that f of x is less than or equal to g of x. ഇപ്പോൾ ഇതേ കാര്യം നമ്മൾ സീരീസിൻ്റെ കേസിൽ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാണ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അത് വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ആയിട്ടുള്ള രണ്ട് സീക്വൻസുകളാണെങ്കിൽ എ എന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ഈ ബി എന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് അതായത് സിഗ്മ ബി എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സിഗ്മ എ എൻ കൺവേർജ്. അതേപോലെ തന്നെ നേരെ തിരിച്ച് ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്തായാലും ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. കാരണം ഇത് എ ഇംപ്ലൈസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ ഇത് കൺവേർജസിന് പകരം ഡൈവേർജസ് ആവുന്ന കേസ് ഇതിൻ്റെ നെഗേഷൻ ആവും. ദാറ്റ് മീൻസ് ഇത് ഡൈവേർജസ്. അപ്പോൾ ആദ്യത്തെ കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആൻഡ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്. സോ തൊട്ട് മുന്നേ നമ്മൾ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ പറഞ്ഞു. സോ ദെയർ എക്സിസ്റ്റ് m greater than 0 such that ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു എക്സ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് ദാൻ എം എന്ന് വരും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. Now since f of x is less than or equal to g of x, we get integral a to x f of x is less than or equal to integral a to x g of x. So either 1, either 2 from 1 and 2. ഇത് ലെസ് ദാൻ എം ആണ്. സോ
integral a to x f of x dx is, so ഇവിടെയൊക്കെയും dx ഉണ്ട്, ലെസ് ദാൻ m എന്ന് വരും for all x greater than or equal to a. again നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത തിയറം if and only if ആണ്. so a to x f of x dx ലെസ് ദാൻ m ആണെങ്കിൽ that gives integral a to infinity f of x dx converges. so ആദ്യത്തെ പാർട്ട് ഓക്കെ. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇൻ്റഗ്രൽ 0 to infinity dx by e raised to x plus 1. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനാണ്. ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, e raised to x plus 1ഉം e raised to x ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ e raised to x plus 1ൻ്റെ റെസിപ്രോക്കൽ ഇനീക്വാലിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ഈ e raised to 1 by e raised to x-ലോട്ട് കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. ഇൻ്റഗ്രൽ 0 to infinity e raised to minus x, ഇതിപ്പോൾ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ e raised to minus x ആയി. ഇത് കൺവേർജസ്, നമുക്കറിയാവുന്ന കണ്ടീഷനാണ്. e raised to minus tx ആണെങ്കിൽ കൺവേർജസ് if t is greater than 0. അപ്പോൾ e raised to minus x dx കൺവേർജസ്. അപ്പോൾ അതുകൊണ്ട് we know that integral 0 to infinity e raised to minus x dx converges. So by comparison test, എന്താണ് കമ്പാരിസൺ ടെസ്റ്റിൽ f of x is less than g of x ആണ്. ഇവിടെ f of x less than g of x ആണ്. ആൻഡ് g of x ഇത് വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർട്ട് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 to infinity dx ഡിവൈഡഡ് ബൈ e raised to x plus 1 കൺവേർജസ്. അപ്പോൾ ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം ഇത് എന്തിനും ഇങ്ങനെ എടുത്തത് എന്നുള്ളതാണ്. ഇങ്ങനെ എടുത്തത് എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള റീസൺ നമുക്ക് അറിയാം. e raised to minus x dxന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ്, അതുകൊണ്ടാണ് അതുമായിട്ട് കണക്ട് ചെയ്തത്. രണ്ടാമത്തെ കേസ് എടുത്താൽ dx by log x ആണ്. അപ്പോൾ അവിടെയും നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ a to infinity 1 by x raised to p converges if p is greater than 1. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഈ 1 by x എന്നുള്ള കേസ് അറിയാം. ഇൻ്റഗ്രൽ a to infinity 1 by x dx ഡൈവേർജസ്, അത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ കണക്ട് ചെയ്യാണ്. log x is always less than x. അങ്ങനെ log xൻ്റെ ഗ്രാഫ് ഇതേ ഇങ്ങനെയാണ്. ആൻഡ് y equal to x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ തന്നെ ക്ലിയർ ആണ് y equal to x is clearly greater than y equal to log x, അല്ലെങ്കിൽ x is greater than log x. Therefore 1 by log x is greater than inequality sign reversing 1 by x. ഇനി നോക്കൂ, 1 by xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഇവിടെ ചെറുത് 1 by x ആണ്. അപ്പോൾ ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വേണമെങ്കിൽ ഇതിനെ നേരെ ഓർഡർ തിരിച്ചെഴുതിക്കോളൂ, x ഗ്രേറ്റർ ദാൻ log x എന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയി. സോ 1 by xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാൾ വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. വി നോ ദാറ്റ് ഇൻ്റഗ്രൽ 2 to infinity, നമ്മളിവിടെ 2 to infinity ആണ്, dx ഡിവൈഡഡ് ബൈ x ഡൈവേർജസ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഏതും ഇൻ്റഗ്രൽ 2 to infinity 1 by log x or dx by log x ഇതും ഡൈവേർജസ്. മൂന്നാമത് 0 to infinity e raised to minus x square ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് 0 to infinity e raised to minus x ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള എക്സ് സ്ക്വയറും എക്സും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ നോക്കേണ്ടി വരും. എക്സ് സ്ക്വയർ ആയിരിക്കുമോ അതോ എക്സ് ആയിരിക്കുമോ വലുത്?
എക്സ് സ്ക്വയറും എക്സും നമ്മൾ ഗ്രാഫൊക്കെ വരച്ചു പോയി കഴിഞ്ഞാൽ ഇത് എക്സ് സ്ക്വയർ, ഇത് എക്സ്. അപ്പോൾ എല്ലാ കേസിലും എക്സ് സ്ക്വയർ വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ 1 ഇപ്പുറത്തൊക്കെയും എക്സ് ആണ് വലുത്, ആൻഡ് 1 അപ്പുറത്തൊക്കെയും എക്സ് സ്ക്വയർ ആണ് വലുത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഏത് വലുത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പോയിന്റ് 1. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആദ്യം ഇതിനെ ഈ ഇൻ്റഗ്രലിനെ ഒന്ന് മാറ്റി എഴുതുന്നു. Thus integral is equal to integral 0 to 1 e raised to minus x square dx plus integral 1 to infinity e raised to minus x square dx. ഇതിൽ integral 0 to 1 e raised to minus x square dx is proper. കാരണം അവിടെ ഇംപ്രോപ്പറിൻ്റെ കേസ് വരുന്നില്ല, ഇൻഫിനിറ്റി ലിമിറ്റ് ഒന്നും വരുന്നില്ല. Proper integral. Now consider integral 1 to infinity e raised to minus x square dx. അപ്പോൾ ഇതിൻ്റെ കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതാണ് ഈ പ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് വരുന്നുള്ളൂ. അതിൽ അപ്പോൾ 1 to infinity വരുന്ന സമയത്ത് ഏതാ വലുത്? ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആരാണ് വലുത്? എക്സ് സ്ക്വയർ ആണോ എക്സ് ആണോ വലുത്? സോ എക്സ് സ്ക്വയർ ആണ് വലുത്. സോ എക്സ് ഇസ് ലെസ് ദാൻ എക്സ് സ്ക്വയർ. നമുക്കിവിടെ വേണ്ടത് മൈനസ് എക്സ് ആണ്. സോ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ഇ റേസ് ടു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. സോ അപ്പോൾ ഇതാണ് ചെറുത്, ഇത് വലുത്. നമ്മൾ ആ ഓർഡർ തന്നെ എഴുതാണ്. ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഇ റേസ് ടു മൈനസ് എക്സ്. നോക്കൂ, ഇതിന് കറസ്പോണ്ടിങ് ആയത് വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആയതുകൊണ്ട് ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യണം. അപ്പോൾ ഇത്ര എഴുതാനുള്ളൂ. വി നോ ദാറ്റ് integral 1 to infinity e raised to minus x dx is convergent. So by comparison test, integral 1 to infinity e raised to minus x square dx is also convergent. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് 0 to infinity ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റ്. 0 to infinity e raised to minus x dx ആണ്. പക്ഷേ ഈ 0 to infinity ചെറുതാണ് 1 to infinity, കുറച്ച് പോർഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും ഇത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 1 to infinity-യും 2 to infinity-യും ഒക്കെ കൺവേർജ് ചെയ്യും ഫോർ ദ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ കേസ് വരുന്നില്ല. ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. മൂന്നാമത്തെ തിയറം അല്ലെങ്കിൽ കോഷ്യൻ ടെസ്റ്റ്. ഇത് നമ്മൾ സീരീസിലെ കേസിൽ ഡീൽ ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ടും പോസിറ്റീവ് ആൻഡ് അവരുടെ റേഷ്യോയുടെ ലിമിറ്റ് ഇസ് എ. ഇഫ് ദാറ്റ് ലിമിറ്റ് എ ഇസ് നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ, സീറോയും അല്ല ഇൻഫിനിറ്റും അല്ല, ആ കേസിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സും, അതായത് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് കൺവേർജ് ചെയ്യുകയാണെങ്കിലും ഡൈവേർജ് ചെയ്യുകയാണെങ്കിലും ഒരുമിച്ച്. അല്ലെങ്കിൽ നമുക്കിവിടെ കൂടുതലായിട്ട് വേണ്ടത് ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. അതേപോലെ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. ഇനി അഥവാ ഈ ലിമിറ്റ് 0 ആണെങ്കിൽ അവിടെ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുള്ളൂ. ഇനി ഇത് ഇൻഫിനിറ്റി ആണെങ്കിൽ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്ന കേസിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യും. ഓരോ കേസുകളായിട്ട് എടുക്കുന്നു. Let limit x tends to infinity f of x by g of x is equal to a and a not equal to 0, comma a is not infinity. Since f of x is greater than or equal to 0 and g of x greater than or equal to 0, we get a is greater than 0. എഫ് ഓഫ് എക്സും പോസിറ്റീവ് ജി ഓഫ് എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് റേഷ്യോയും പോസിറ്റീവായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ റേഷ്യോയുടെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, വേണമെങ്കിൽ 0 വരെ വരാം, 0യോ പോസിറ്റീവോ ആവാം. പക്ഷെ ഇവിടെ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എ ഈസ് ക്ലിയർലി പോസിറ്റീവ്. Now take epsilon greater than 0 such that 0 less than epsilon less than a. അപ്പോൾ എൻ്റെയും 0ൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലിയർ ആണ് എ മൈനസ് എപ്സിലോൺ ഇസ് പോസിറ്റീവ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്.
So there exists k belongs to n such that modulus of f of x by g of x minus a is less than epsilon for all x greater than or equal to k. ഇത് ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എ ആണെങ്കിൽ സീക്വൻസിൻ്റെ അതേപോലെ തന്നെ for every epsilon greater than 0 we can find a natural number such that our difference is less than epsilon for all x greater than or equal to k. So അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ എന്ന് വരും. ജി ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ ഇൻറ്റു ജി ഓഫ് എക്സ് is less than f of x is less than a plus epsilon into g of x for all x greater than or equal to k. Now, if integral a to infinity g of x dx converges, നമുക്കത് ഇവിടുന്ന് ഈ പോർഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇൻറ്റു ഒരു എ പ്ലസ് എപ്സിലോൺ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിനേക്കാൾ ചെറുതാണ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർട്ട് ചെയ്യും. സോ ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്, സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് and using second part of above inequality, we get integral a to infinity f of x dx converges. ഇതേപോലെ if integral a to infinity g of x dx diverges, വീണ്ടും ഇതിലോട്ട് പോവുകയാണെങ്കിൽ ഈ പോർഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സോ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ അതേ ഇൻറ്റു ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എ മൈനസ് എപ്സിലോൺ പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തത്. സോ എ മൈനസ് എപ്സിലോൺ ഇൻറ്റു ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. അതിനേക്കാൾ വലുതാണ് എഫ് ഓഫ് എക്സ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് and using first part of above inequality, we get integral a to infinity f of x dx diverges. So here the portion okay, integral a to infinity f of x dx and integral a to infinity g of x dx converge or diverge together. Second part, if a is equal to 0, if a is equal to 0 angle, then limit x tends to infinity f of x by g of x is equal to 0i. So for epsilon greater than 0, there exists natural number k such that മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് 0. പക്ഷേ ഈ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ മോഡുലസിൽ കാര്യമില്ല. സോ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് 0 എന്നുള്ളതിലും കാര്യമില്ല. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. സോ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വരും. നൗ ഇഫ് നമുക്ക് അസ്യൂം ചെയ്യേണ്ട കേസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്. നൗ ഇഫ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്, എപ്സിലോൺ ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യും, കാരണം എപ്സിലോൺ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് അതിനേക്കാൾ ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യും. ആൻഡ് യൂസിങ് കമ്പാരിസൺ ടെസ്റ്റ് we get integral a to infinity f of x dx converges. മൂന്നാമത്തെ പാർട്ടിൽ
if a is equal to infinity, then limit x tends to infinity f of x by g of x is tending to infinity or equal to infinity. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് ഇൻഫിനിറ്റിയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായി പോകാമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്ത് ഇതിലെ ടേംസ് ഉണ്ടാവുന്നതാണ്. സോ ഫോർ എം ഗ്രേറ്റർ ദാൻ 0, ഏത് എം എടുത്തു കഴിഞ്ഞാലും, സോ ഫോർ എം ഗ്രേറ്റർ ദാൻ 0 there exists k belongs to n such that ഇതിലെ ടേംസ് എമ്മിനേക്കാൾ വലുതാവും. ഇതിലെ ടേംസ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എമ്മിനേക്കാൾ വലുതാവും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ആൻഡ് ഇഫ് integral a to infinity g of x dx diverges, g of x കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ എം ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. പക്ഷേ ഇവിടെ എഫ് ഓഫ് എക്സ് അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ചെറിയ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് and using comparison test we get integral a to infinity f of x dx diverges. Quotient test ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു എഫ് ഓഫ് എക്സ് വേണം, ഒരു ജി ഓഫ് എക്സ് വേണം. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നു. വൺ ബൈ എക്സിൻ്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എടുക്കുകയാണ്. പക്ഷേ ഇതിൽ ഈ എക്സ് സ്ക്വയർ ഇതിൻ്റെ അകത്തുള്ളതിനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ പുറത്ത് വരുമ്പോൾ എക്സ് ആയിട്ട് വരും. സോ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 + 1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഒരു ജി ഓഫ് എക്സ് നമുക്ക് ചൂസ് ചെയ്യണം. ഒരു കാര്യമുണ്ട്, ആ ജി ഓഫ് എക്സ് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ആൻഡ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന് ലിമിറ്റും വേണം. അപ്പോൾ ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ് എങ്കിൽ ഇവിടെ ഒരു 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ജി ഓഫ് എക്സ് എടുക്കുന്നത്. ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് എടുക്കുകയാണ്. കാരണം 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ കേസ് എനിക്കറിയാം 1 ബൈ എക്സ് റൈസ് ടു പി കൺവേർജസ് ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ആ കാര്യം ഉള്ളതുകൊണ്ട് 1 ബൈ എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ്, അതും നമുക്കറിയാം. ആൻഡ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വരുമ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ രണ്ടും കട്ട് ചെയ്ത് പോകും. സോ ബാക്കി 1 ബൈ റൂട്ട് ഓഫ് 1 + 1 ബൈ എക്സ് സ്ക്വയറേ ഉണ്ടാവുള്ളൂ. എക്സ് ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ ഇത് 0 ആയി. സോ ഇസ് ഈക്വൽ ടു 1, നോൺ സീറോ, ഫൈനൈറ്റ് നമ്പർ. Therefore, and since integral 1 to infinity 1 by x square dx converges, അത് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. സോ ബൈ ക്വോഷ്യന്റ് ടെസ്റ്റ് ഇതായിരുന്നു ക്വോഷ്യന്റ് ടെസ്റ്റ് വെച്ച് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നോൺ സീറോ ഫൈനൈറ്റ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിലും ഡൈവേർജ് ചെയ്യുകയാണെങ്കിലും ഒരുമിച്ചതാണ്. അപ്പോൾ ഇവിടെ 1 ബൈ എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഗിവൺ ഇൻ്റഗ്രൽ എക്സിൻ്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 കൺവേർജസ്. രണ്ടാമത്തെ കേസിൽ ഇവിടെയും ഇതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 + 1. ഞാൻ ആ ഡിനോമിനേറ്ററുള്ള എക്സ് റേസ് ടു 5 പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 5/2 ആയിട്ട് അത് പുറത്ത് വരിക. റൂട്ട് ഓഫ് 1 + 1 ബൈ എക്സ് റേസ് ടു 5 വരും. എക്സ് സ്ക്വയറും എക്സ് റേസ് ടു 5/2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ
എക്സ് റേസ് ടു 1/2 ബാക്കിയുണ്ട്, കാരണം ഇത് 2.5 ആണ്, ഇത് 2 ആണ്. റൂട്ട് ഓഫ് 1 + 1/(x⁵5) ആണ്. സോ ജി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ഏതെടുക്കാം? ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/(x⁵1/2) എടുക്കാം. പക്ഷേ ഇതിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യാണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് 1/√1 + 1/(x⁵5) ഉണ്ടാവുള്ളൂ. ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ചൂസ് ചെയ്യാം ln of x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. ദെൻ ഞാൻ ആ എക്സ് പുറത്തെടുക്കുന്നു. സോ എക്സ് ഇൻറ്റു 1 + 2/x എന്ന് വരും. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഞാൻ ആ എക്സ് കട്ട് ചെയ്യുന്ന രീതിയിൽ 1/x എടുക്കുകയാണ്. സോ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് നോക്കിയാൽ ബാക്കി ഉണ്ടാവുക ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln of x ഡിവൈഡഡ് ബൈ 1 + 2/x ഉണ്ടാവുള്ളൂ, കാരണം 1/x കട്ട് ചെയ്ത് പോയി. ആൻഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0 ആയി, ഇത് 1 ആയി. ആൻഡ് ലോഗ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ടെസ്റ്റിലെ 3ാമത്തെ കേസാണ്. അതിൽ പ്രത്യേകം പറഞ്ഞത് ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x 1/xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ ആ റിസൾട്ട് ഇൻ്റഗ്രൽ 1/x⁵p കൺവേർജസ് ഇഫ് p is greater than 1 and diverges if p is less than or equal to 1. 1/xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഡൈവേർജ് ചെയ്യണം. 1/x⁴1/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഡൈവേർജ് ചെയ്യും. ആൻഡ് പക്ഷേ 1/x² കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൺവേർജ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബൈ ക്വസ്റ്റ്യൻ ടെസ്റ്റ് നമുക്ക് കിട്ടാവുന്ന കാര്യം ഇതാണ്. ഇത് ഡൈവേർജസ് എന്നാണ് കിട്ടുക, ഇതും ഡൈവേർജസ് ആണ്. കാരണം ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നോൺ സീറോ ഫൈനൈറ്റ് നമ്പറാണ്. പക്ഷേ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും ഡൈവേർജ് ചെയ്യും. അതിൽ തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ദ കൺവേർജൻസ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെയും അവസാന പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് -∞ to -1 e⁻x ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ ഉള്ള ആകെയുള്ള ഡിഫറൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പറഞ്ഞിരിക്കുന്നതിലൊക്കെയും 0 to ∞, a to ∞ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആദ്യം പുട്ട് y is equal to -x. അപ്പോൾ ഈ എക്സിൻ്റെ വേരിയേഷനാണ് ഈ ഫ്രം -∞ to -1. അപ്പോൾ അതിനെ ഒന്ന് പോസിറ്റീവിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ മാറും. dy is -dx എന്ന് വരും. ആൻഡ് x is varying from -∞ to -1. So y is -x. So infinity to 1 എന്ന് വരണം. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറി. ഇൻ്റഗ്രൽ ലിമിറ്റ് ഇൻഫിനിറ്റി ടു 1 ആയി. ആൻഡ് e⁻x എന്നുള്ളത് e⁻−y ആവും. താഴെയുള്ള x എന്നുള്ളത് -y ആയി. dx എന്നുള്ളത് -dy ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് നമുക്ക് ഈ ലിമിറ്റ് നേരെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. 1 to ∞ ആക്കാം. ആൻഡ് ബാക്കിയുള്ളത് e⁻−y ഡിവൈഡഡ് ബൈ -y. അപ്പോൾ ഒരു മൈനസ് പുറത്ത് -y dy. ഇനി ഈ ഇൻ്റഗ്രലിൻ്റെ കേസ് കൺസിഡർ ചെയ്താൽ ഈ y is varying from 1 to ∞. Therefore, e⁻−y divided by y is less than e⁻−y. അല്ലെ, e⁻−yനെ ഒരു 1നേക്കാൾ വലിയ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ലെസ് ആൻ ഓർ ഈക്വൽ ടു, കാരണം y 1 ആവുന്ന സമയത്ത് ഈക്വൽ ആവും. 1നേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാവും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് integral 1 to ∞ e⁻−y divided by y converges. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ റിസൾട്ടും കൂടെ ഉണ്ട്. വി നോ ദാറ്റ്
integral 1 to infinity e raised to minus y dy converges. Standard result ആണ് 0 to infinity e raised to minus x dx ആണ് converges എന്നുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. 0 to infinity ആണ്. പക്ഷേ 1 to infinity എന്ന് പറയുന്നത് 0 to infinity എന്നുള്ളതിനെ 0 to 1 plus 1 to infinity എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് വലുത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ 1 to infinity പ്ലസ് ഒരു ക്വാണ്ടിറ്റിയും കൂടി ഒരു പ്രോപ്പർ ഇൻ്റഗ്രലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 0 to infinity. അപ്പോൾ 0 to infinity തന്നെ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് കൺവേർജ് ചെയ്യും. അപ്പോൾ 1 to infinity e raised to minus x dx കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ e raised to minus y dy കൺവേർജ് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് അതിനേക്കാൾ ചെറുതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ്. അപ്പോൾ ഇവിടെ ആകെയുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവിലായിരുന്നു റേഞ്ച്, അതിനെ മാറ്റാൻ വേണ്ടി y ഈക്വൽ ടു മൈനസ് എക്സ് കൊടുത്തു. അപ്പോൾ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവും കൺവേർജ് ചെയ്യും. ഇതിൻ്റെ നെഗറ്റീവാണ് ശരിക്ക് ഇത്. Therefore, integral minus infinity to minus 1 e raised to x divided by x converges. അഞ്ചാമത്തെ കേസ് നോക്കൂ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ക്യൂ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 6 + 1. അപ്പോൾ ആദ്യത്തെ പ്രശ്നം ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടാക്കി മാറ്റുന്നു. മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു ഇൻഫിനിറ്റി എന്നാക്കുന്നു. ഓരോരോ കേസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ ഇൻ്റഗ്രൽ 0 to infinity x cube plus x square divided by x raised to 6 plus 1 dx. പക്ഷെ ഇവിടെ ഈ 0 to infinity എന്നുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. കാരണം നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിന് f of x എടുക്കാം, വേറൊരു g of x കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ 1/x raised to p എന്നുള്ള ഫോമാണ്. 1/x raised to pയുടെ a to infinity കേസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 0 to 1 എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 6 plus 1. 0 to 1 plus 1 to infinity എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 6 plus 1 എന്നാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം, ഇത് പ്രോപ്പറാണ്, പ്രോപ്പർ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് കാരണം 0 to 1 ആണ്. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ 0 to 1 plus 1 to infinity എന്നാക്കിയാലും കുഴപ്പമില്ല. ഈ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എടുത്താൽ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടേക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 6 plus 1. മുകളിൽ ഒരു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയറാണ്. സോ എക്സ് ക്യൂബ് പുറത്തെടുക്കുന്നു. സോ 1 plus 1/x എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ എക്സ് റൈസ് ടു 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 plus 1/x റൈസ് ടു 6 വരും. സോ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് ക്യൂബ് വരും. സോ നമുക്ക് ജി ഓഫ് എക്സ് ആയിട്ട് ഏതെടുക്കാം? 1/x ക്യൂബ് എടുക്കാം. സോ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് വരുന്നത് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് ഇത്രയേ വരുള്ളൂ. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0 ആയി, ഇത് 0 ആയി, ടെൻസ് ടു 1 ആണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന കേസ് ഇത്രയേ ഉള്ളൂ. നോൺ സീറോ ഫൈനൈറ്റ് നമ്പറാണ്. ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഇതും കൺവേർജ് ചെയ്യും. ഇതിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുമോ? ഇൻ്റഗ്രൽ 1/x ക്യൂബ് 1 to infinity 1/x raised to p ആണെങ്കിൽ p > 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ബൈ കോഷ്യൻ ടെസ്റ്റ് ഇത് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യും, ഇത് പ്രോപ്പർ ഇൻ്റഗ്രലാണ്, കൺവേർജ് ചെയ്യും. സോ ഇത് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇതിൽ -∞ to 0 plus 0 to infinity എന്ന് എഴുതിയാൽ 0 to infinity കേസിൽ കൺവേർജസ് എന്ന് നമുക്ക് കിട്ടും. ഇനി -∞ to 0 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 6 plus 1 ആണ്. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ പ്രശ്നം ഒരു നെഗറ്റീവിലാണുള്ളത്. സോ y = -x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. y = -x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dy = -dx ആയി.
ലിമിറ്റ് മാറാവുന്നത് എക്സ് ഇസ് വേരിയിങ് ഫ്രം -∞ ടു 0 ആണെങ്കിൽ വൈ ഇസ് ഇൻഫിനിറ്റി ടു 0 ആവും. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ആൻഡ് y ഈക്വൽ ടു -x ആണ്. അപ്പോൾ എക്സ് ക്യൂബ് വരുന്ന സമയത്ത് -y³ പ്ലസ് y² ഡിവൈഡഡ് ബൈ y⁻⁶ പ്ലസ് 1 ആൻഡ് dx എന്നുള്ളത് -dy വരിക. സോ dy ആൻഡ് ഒരു മൈനസ് ഉണ്ടാവും. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി y² - y³ ഡിവൈഡഡ് ബൈ y⁻⁶ പ്ലസ് 1 dy എന്ന് വരും. എഗെയിൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ 0 ടു 1 പ്ലസ് 1 ടു ഇൻഫിനിറ്റി എന്നാക്കും. ഇനി അതിൽ ആ 1 ടു ഇൻഫിനിറ്റി മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫ് ഓഫ് വൈ എടുക്കാം. കാരണം ഇവിടെ എഫ് ഓഫ് എക്സ് എന്നല്ല വൈ ആണ്. എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു y² - y³ ഡിവൈഡഡ് ബൈ y⁻⁶ പ്ലസ് 1 ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് y³ പുറത്തെടുക്കുന്നു. സോ y³ ഇൻറ്റു 1/y - 1 ഡിവൈഡഡ് ബൈ y⁻⁶ പുറത്തെടുക്കുന്നു. സോ 1 പ്ലസ് 1/y⁻⁶ വരും. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. സോ y³ g ഓഫ് y ഇസ് ഈക്വൽ ടു 1/y³ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ ഇസ് ടെൻഡിങ് ടു ഇതൊക്കെ കട്ട് ചെയ്ത് പോകും. ജി ഓഫ് വൈ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് y³ ഒക്കെ കട്ട് ചെയ്ത് പോകും. ആസ് y ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് 0 ആയി, ഇത് 0 ആയി. സോ യു ഗെറ്റ് -1. -1 വരാൻ പാടില്ല. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോസിറ്റീവ് ടേംസിൻ്റെയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ y² - y³ എന്നുള്ള ഒരു മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിനെ മൈനസ് ഓഫ് y³ - y² എന്നാക്കാം. എന്നിട്ട് അപ്പോൾ ഇവിടെയും മൈനസ് വരും, ഇവിടെയും മൈനസ് വരും. ഇത് പ്രോപ്പർ ഇൻ്റഗ്രൽ. ഇതിൻ്റെ കേസാണ് നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ y³ - y² ആക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. y³ - y². സോ ഇവിടെ 1 - 1/y എന്ന് വരും. സോ ലിമിറ്റ് വരുന്ന സമയത്ത് -1 പകരം 1 വരും. സോ 1 ലിമിറ്റ് വന്നു. നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ. ഇതിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു. അതായത് ഇത് കൺവേർജ് ചെയ്യുന്നു, ഇത് പ്രോപ്പർ. സോ ടോട്ടൽ സമ്മ് കൺവേർജസ്, ഇത് കൺവേർജസ്, ഇത് കൺവേർജസ്. ഇവിടെ രണ്ടിൻ്റെയും കൂടി സമ്മായിരുന്നു കൺവേർജസ്. സോ നമ്മൾ മെയിനായിട്ട് 2 ടെസ്റ്റുകൾ, ഒന്ന് കമ്പാരിസൺ ടെസ്റ്റ്, രണ്ടാമത്തത് ക്വോഷ്യൻ ടെസ്റ്റ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഈ 2 കേസിലും നമ്മൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ആദ്യം പറഞ്ഞ കേസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻tx dxൻ്റെ കേസ്, അതേപോലെ തന്നെ ഇൻ്റഗ്രൽ a ടു ഇൻഫിനിറ്റി 1/x⁻p, ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ ഡയറക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലാണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ റേഷ്യോ എടുത്ത് ലിമിറ്റ് കാണാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ ക്വോഷ്യൻറ്റ് ടെസ്റ്റും ഉപയോഗിക്കും. അപ്പോൾ അത് ആ ചോയ്സ് ഓഫ് g of x എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക, എളുപ്പം ചെയ്യാം.